ഒരു മാസത്തിനിടെ ഭർത്താവിൻ്റെ മാനസിക പീഡനം കാരണം ഭാര്യമാർ ആത്മഹത്യ ചെയ്ത 2 സംഭവങ്ങളാണ് മലപ്പുറത്തുണ്ടായത്. ആദ്യത്തേത് കൊണ്ടോട്ടിയിലെ ഷഹാന മുംതാസിൻ്റേതാണെങ്കിൽ രണ്ടാമതായി റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത് മലപ്പുറം മഞ്ചേരി എളങ്കൂരിൽ വിഷ്ണുജ എന്ന 25-കാരിയുടെ ആത്മഹത്യയാണ്. വിഷ്ണുജയുടെ വീട് പൂക്കോട്ടുപാടത്തായിരുന്നു. 2023 മെയ് മാസത്തിലായിരുന്നു വിഷ്ണുജ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സായ പ്രബിനെ വിവാഹം ചെയ്തത്. വിവാഹശേഷം വിഷ്ണുജയുടെ ജീവിതം എത്രമാത്രം വലിയ ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നുപോയതെന്ന് ലോകം മനസ്സിലാക്കുവാൻ, ബന്ധുക്കൾ മനസ്സിലാക്കുവാൻ അവൾ ജീവൻ വെടിയേണ്ടി വന്നു. കടുത്ത മാനസിക പീഡനം, കടുത്ത ശാരീരിക പീഡനം, അവഗണന, അവഹേളനം, അപമാനിക്കൽ, ഇതിനെല്ലാം അപ്പുറം ഈ പ്രതിസന്ധികളൊക്കെ മറികടന്ന് ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ആ കുട്ടി പലപ്പോഴും പങ്കുവച്ചിരുന്നു. സാമ്പത്തികമായി അല്പം പിന്നോക്കമാണ് വിഷ്ണുജയുടെ കുടുംബം. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് വിഷ്ണുജയുടെ കുടുംബത്തിൽ നിന്നൊന്നും ലഭിക്കില്ല എന്ന് പ്രബിന് അറിയാമായിരുന്നു. വിഷ്ണുജയ്ക്ക് ജോലിയില്ല, സൗന്ദര്യം കുറവാണ് എന്നീ പ്രശ്നങ്ങളൊക്കെയാണ് പ്രബിൻ ഈ കുട്ടിയിൽ കണ്ടതെന്നാണ് വിഷ്ണുജയുടെ കുടുംബം പറയുന്നത്. ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിഷ്ണുജ ഒട്ടേറെ മാനസിക പീഡനങ്ങൾക്ക് വിധേയയാകേണ്ടി വന്നു. പലപ്പോഴും വളരെ മോശമായിട്ട് ഇയാൾ ഈ കുട്ടിയോട് പെരുമാറിയിരുന്നു. ഈ കുട്ടിയെ പുറത്തെവിടെയും കൊണ്ടുപോയിരുന്നില്ല. സൗന്ദര്യമില്ല, തടിയില്ല എന്നെല്ലാം പറഞ്ഞ് സ്വന്തം ബൈക്കിൽ പോലും ഈ കുട്ടിയെ കയറ്റിയിരുന്നില്ല എന്നാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ ഇപ്പോൾ പറയുന്നത്. ഇവൻ പറഞ്ഞത് ജോലിയില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം പറയുന്നത്, എൻ്റെ ജോലി കണ്ടിട്ട് എൻ്റെ ഒപ്പം വരണ്ട കേട്ടോ, ഇജ്ജ് സ്വന്തമായിട്ടൊരു ജോലി വാങ്ങിക്കുവാണ്. അതിന് മോള് കഠിനാധ്വാനം ചെയ്യുന്നു. അതങ്ങനെ. പിന്നെ ഇവർക്ക് സൗന്ദര്യമില്ല, ഇവള് തടിയില്ല. നമുക്ക് പറഞ്ഞ് ഇവൻ്റെ ബൈക്കും കൂടി കയറ്റി കൊണ്ടുപോകില്ല. ഒരു കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 2 കൊല്ലം എന്ത് ടൂറ് ജസ്റ്റ് ഒന്ന് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തേക്ക്, അതുവരെ എൻ്റെ കുട്ടി അറിയില്ല. വേറെയുള്ള കുട്ടികളെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ സങ്കടമാണ് കുട്ടിക്ക്. പിന്നെ എങ്ങനെ നടപടി വേണം നമ്മുടെ ആവശ്യം, ശക്തമായ നടപടി. എൻ്റെ കുട്ടീനെ എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം അവന് വധശിക്ഷ വരെ വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ്. അതാണ്, എന്നാലേ എനിക്ക് നീതി കിട്ടുള്ളൂ. വിഷ്ണുജയുടെ കൂട്ടുകാരി പറഞ്ഞ കാര്യങ്ങൾ അത് ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. കടുത്ത ടോക്സിക് മെൻറ്റാലിറ്റി ഉള്ള വ്യക്തിയായിരുന്നു പ്രബിൻ. ഇയാൾക്ക് പൊതുസമൂഹത്തിൽ ഒരു മാന്യൻ്റെ മുഖമാണുള്ളത്. തൊഴിലിടത്തിൽ നന്നായി ജോലി ചെയ്യുന്ന ഒരാളുടെ, എല്ലാവരോടും നന്നായി പെരുമാറുന്ന ഒരാളുടെ, അങ്ങനെ ഒരാളാണ് ഭാര്യയോട് ഇത്രയും ക്രൂരമായി മോശമായി പെരുമാറിയതെന്ന് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് വിശ്വസിക്കാൻ മടിച്ചു. പക്ഷേ ആ സുഹൃത്തിൻ്റെ വാക്കുകൾ ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ഈ കുട്ടി സദാ പീഡനങ്ങൾക്ക് വിധേയായിക്കൊണ്ടേയിരുന്നു. വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് ഇനി ബുദ്ധിമുട്ടാകുമെന്ന ചിന്തയാകാം ആ കുട്ടിയെ അതിൽ നിന്ന് വിലക്കിയത്. 3 പെൺകുട്ടികളാണ് വിഷ്ണുജിയുടെ അച്ഛന്. അപ്പോൾ ഇനി താൻ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നത് അവരെങ്ങനെ സ്വീകരിക്കുമെന്ന ആശങ്ക സ്വാഭാവികമായിട്ടും ഒരു ഇടത്തരം കുടുംബത്തിലെ പെൺകുട്ടിക്ക് ഉണ്ടാകും. അത് വിഷ്ണുജിക്കും ഉണ്ടായി എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊക്കെ സ്വയം പരിഹരിക്കാമെന്ന് ആ കുട്ടി വിചാരിച്ചു, അതിനുവേണ്ടി ശ്രമിച്ചു. പക്ഷേ എവിടെയോ ഒരു നിമിഷത്തിൽ എല്ലാം കൈവിട്ടുപോയി. സ്വതന്ത്രമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പോലും വിഷ്ണുജയെ പ്രബിൻ അനുവദിച്ചിരുന്നില്ല എന്നാണ് സുഹൃത്ത് പറയുന്നത്. ആ സുഹൃത്തിൻ്റെ വാക്കുകൾ തന്നെയാണ് പ്രബിൻ്റെ ടോക്സിക് മെൻറ്റാലിറ്റിക്കുള്ള ഏറ്റവും വലിയ തെളിവ്. അയാൾ അവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയായിരുന്നു. അവള് കഴുത്തിനേറി പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു ഭയങ്കരമായിട്ട്. അതേപോലെ തന്നെ അടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് അവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അവളെന്നോട് ഷെയർ ചെയ്യായിരുന്നു. അതും കുറേ കഴിഞ്ഞിട്ട് അവൾക്ക് പറ്റുന്നില്ല എന്ന് കാണുമ്പോഴായിരുന്നു അവൾ എന്നോടെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ ഞാൻ പറയും, നീ എന്നാൽ തിരിച്ചു പോരെ, വീട്ടിലാണെങ്കിലും അവളെ സ്വീകരിക്കും, ഒരിക്കലും അവരുടെ ഫാമിലി അങ്ങനെയുള്ള ആളല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നീ നമുക്ക് റെഡിയാക്കാം, ജോലിയല്ലേ, അവൾക്ക് ജോലി ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജോലി കിട്ടിയിട്ട് എല്ലാം ശരിയാവുമല്ലോ,
നോക്കാനും പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയൊക്കെയാണ്. അവരെ നോക്കാൻ ഇനി വേറെ ആരാ 3 പെൺമക്കളാണുള്ളത്. അവൾ ജോലിയായിട്ട് ഞാൻ ഇതെല്ലാം നിർത്തി പോരും എന്നുള്ള രീതിയിലൊക്കെ പറയായിരുന്നു. പിന്നെ വേറെ ഇതുണ്ട്, അയാൾ വാട്സപ്പ് അവളുടെ കണക്റ്റഡ് ആയിരുന്നു. വാട്സപ്പിലൊന്നും അവൾ ഒരിക്കലും ഞങ്ങളോട് ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ അറിയാണ്ട് ടെലിഗ്രാമിലൊക്കെ ആയിരുന്നു ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അയാൾ ഇടയ്ക്ക് അവളെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കും. ഇനിയിപ്പോൾ അവളെന്തേലും അയാളെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയാം. അതുപോലെ തന്നെ വിളിച്ച് ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ട് അവളെ നിർബന്ധിക്കാറുണ്ടായിരുന്നു സംസാരിക്കാൻ. അയാളുള്ളത് അറിയിക്കാണ്ട് അവളെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും ഞങ്ങളോട് സംസാരിക്കാൻ. പക്ഷെ അവൾ നേരത്തെ പറഞ്ഞു വെക്കും ഇങ്ങനെയൊക്കെ ചെയ്യും. അവൾ ഫോണിൽ പോലും അവൾക്ക് ശരിക്കും ഒന്ന് ഷെയർ ചെയ്യാം. അവളെ അവസ്ഥ ഷെയർ ചെയ്യാൻ അവൾക്ക് അധികം പറ്റുന്നുണ്ടായിരുന്നില്ല. ഇയാളിങ്ങനെ ഫോണ് കണക്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ അവളെ ഫോണ് അയാൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചെക്ക് ചെയ്യും, മെസ്സേജസ് ചെക്ക് ചെയ്യും. അങ്ങനെയൊക്കെയായിരുന്നു അയാൾ. പ്രഭിനെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണയ്ക്കും ഗാർഹിക പീഡനത്തിനുമുള്ള വകുപ്പുകളൊക്കെ ചുമത്തി പ്രഭിനെ ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു. വിഷ്ണുജിയുടെ ഫോൺ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഫോൺ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു. അതിലെ ശബ്ദ സന്ദേശങ്ങളും ഡിലീറ്റ് ചെയ്യപ്പെട്ട വീഡിയോകളും ഫോട്ടോകളും ശബ്ദ സന്ദേശങ്ങളുമൊക്കെ പോലീസ് വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ്. അതിനുശേഷം സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൊഴി എല്ലാം രേഖപ്പെടുത്തി ശാസ്ത്രീയമായ പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രഭിനെതിരെ ശക്തമായൊരു കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. തെളിവുകൾ ലഭിച്ചാൽ അതിനുശേഷമേ പ്രഭിൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെ പോലീസിൻ്റെ നടപടി ഉണ്ടാകൂ എന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. ഇത്രയും എല്ലാം നടന്നിട്ടും പ്രഭിൻ്റെ കുടുംബാംഗങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിലും ഒരു അവിശ്വസനീയതയുണ്ട്. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെയൊക്കെ ആകുമെന്ന് അറിഞ്ഞില്ല, ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല എന്നായിരുന്നു ആ കുടുംബത്തിൻ്റെ പ്രതികരണം. എപ്പോഴും പറയുന്നത്, പിടിച്ചു നിൽക്കാൻ കഴിയില്ലെങ്കിൽ വിട്ടുകളയുക തന്നെയാണ് നല്ലത്. ഒരു മുഴം കയറിൽ അവസാനിപ്പിക്കാൻ ഉള്ളതല്ല ഈ ജീവിതം. അതിന് നമ്മൾ കണക്കാക്കുന്നതിനുമധികം വിലയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ അവരൊറ്റപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ അവർക്കൊപ്പം നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം, അവർക്കൊപ്പം നിൽക്കണം. കാരണം ജീവിതം അവസാനിപ്പിക്കാൻ സെക്കൻഡിൻ്റെ ഒരംശം മാത്രം മതി ഈ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നവർക്ക്. ഇനി ഇത്തരത്തിലുള്ളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകരുത് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം. ഒപ്പം ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് മാതൃകാപരമായ ശിക്ഷ, നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയും ലഭിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ഒരു കടിഞ്ഞാൻ വീഴൂ. മലപ്പുറത്തു നിന്നും CB അനുമോദ്, ന്യൂസ് 18.